Good morning to all. Coffee Talk 7 a.m. program hosted by JC Nilambur Golden Valley Daffodils and Valanjeri Royal Fair called to order. ഇന്ന് 941 സെഷനാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കാൻ റെഡി ആയിട്ടുള്ളത് ശരത് എസ് ആവിഷ്കാർ സാറാണ്. എന്തായാലും ഇന്നത്തെ വെൽക്കം സ്പീച്ചിന് കാക്കനാട് നിന്ന് നമ്മുടെ JC അമ്പിളി ദേവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. അമ്പിളി ദേവ് പ്രപ്പോസ് വെൽക്കം സ്പീച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. 7 AM കോഫി ടോക്ക് 941 ദിവസം. വാവ്, ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് പ്രിവിലേജ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ട്രസ്റ്റ് വർത്തി, ഓതന്റിക്, ജെന്യുവൻ പേഴ്സണാലിറ്റി മനോജ് സാർ. വെൽക്കം ടു ദ ഫ്ലോർ. ഇന്നത്തെ സെഷനിലേക്ക് നമ്മുടെ ട്രെയിനർ ശരത്ജിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അറിവ് പങ്കുവയ്ക്കുമ്പോൾ അത് വെളിച്ചമാകുന്നു, അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അതൊരു പ്രചോദനമാകുന്നു. അത്തരം ഒരു വെളിച്ചവും പ്രചോദനമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശരത്ജിയാണ്. അദ്ദേഹം എഡ്യൂക്കേഷൻ, ലീഡർഷിപ്പ്, സ്റ്റുഡൻസ് ട്രെയിനിങ്, രാജ്യസേവനം എന്നിവയിൽ ശ്രദ്ധേയമായ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അദ്ദേഹം ഇന്ന് അനുഭവങ്ങളുടെ കരുത്തുമായിട്ടാണ് നമ്മോടൊപ്പം അദ്ദേഹത്തിന്റെ അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ആവിഷ്കാര സ്കൂളിന്റെ ഫൗണ്ടറും ഡയറക്ടറുമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS വിക്രാന്തിന്റെ കമ്മീഷണർ ടീം മെമ്പർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഇടപ്പള്ളി JCയുടെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. ബിയോണ്ട് ദ മാർക്സ് എന്ന ഈ പരിശീലനത്തോടെ മാർക്കുകൾക്കപ്പുറമുള്ള ജീവിതത്തിന്റെ വഴികൾ തുറന്നു കാട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിത്ത് എ ഗ്രേറ്റ് ജോയ് ആൻഡ് റെസ്പെക്ട്, ടാലന്റഡ് ആൻഡ് വാല്യൂഡ് പേഴ്സൺ വിത്ത് വാം ആൻഡ് ഹാർട്ട്ഫുൾ വെൽക്കം ടു ശരത്ജി. കോഫി ടോക്ക് എന്ന മനോഹരമായ ഈ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്ത ഡോക്ടർ ഹിഷാം സാർ, വെൽക്കം ടു ദ ഫ്ലോർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന വളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഡാഫോഡിൽസ്, വെൽക്കം. 941 ദിവസവും ഇത്രയും സസ്റ്റെയിൻഡ് ആയിട്ട് ഇതിന് എടുക്കുന്ന എഫേർട്ട് കോഫി ടോക്കിനെ എത്രത്തോളം മനോഹരമായിട്ടാണ് മുന്നോട്ട് നയിക്കുന്നത്. കോഫി ടോക്കിന്റെ ഹേർട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഇൻസ്പയറിംഗ് എനർജറ്റിക് കോർഡിനേറ്റേഴ്സ് ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ, വെൽക്കം ടു ഫ്ലോർ. അതുപോലെ തന്നെ നമ്മളുടെ ഈ പോസ്റ്റേഴ്സ് എല്ലാം നന്നായി ഇത്ര മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എ വൈബ്രന്റ് ക്രിയേറ്റീവ് ഡിസൈനർ ഉസ്മാൻ സാർ, വെൽക്കം ടു ദ ഫ്ലോർ. ഈ പ്ലാറ്റ്ഫോമിനെ ഇത്രയും മനോഹരമാക്കി ഇത്രയും എനർജറ്റിക് ആക്കി നിർത്തുന്ന ഓരോ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ എല്ലാവർക്കും പുതിയ അറിവുകളും പുതിയ പ്രചോദനവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ഓവർ ടു ചെയർ. Thank you, Ambalidev, for your energetic voice. Thank you very much. ഇന്ന് നമ്മുടെ ട്രെയിനർ ശരത് S ആവിഷ്കാര 15 വർഷത്തോളം ഇന്ത്യൻ നേവൽ ഫോഴ്സിലായിരുന്നു. സ്റ്റേറ്റ് ട്രെയിനിങ് മാനേജർ ഫോർ റിലയൻസ് റിറ്റെയിൽ, സർട്ടിഫൈഡ് കരിയർ കോച്ച് ആൻഡ് സൈക്കോമെട്രിക് സ്പെഷ്യലിസ്റ്റ്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആവിഷ്കാര സ്കൂൾ, കോ ഫൗണ്ടർ ഫ്യൂച്ചർ ബ്രിഗേഡ് എഡ്യൂടെക്. അദ്ദേഹത്തിന്റെ ഏരിയ കരിയർ സ്ട്രാറ്റജി, സോഫ്റ്റ് സ്കിൽ, ലീഡർഷിപ്പ് ആൻഡ് AI അവയർനെസ് ആൻഡ് ഡിജിറ്റൽ റെഡിനെസ്. ട്രസ്റ്റി ഫ്യൂച്ചർ റെഡി ഫൗണ്ടേഷൻ, എക്സ് സ്റ്റേറ്റ് ട്രെയിനിങ് മാനേജർ റിലയൻസ് റിറ്റെയിൽ, സെക്യൂരിറ്റി ആൻഡ് ലോസ് പ്രിവെൻഷൻ, കമ്മീഷനിങ് ടീം മെമ്പർ INS മെമ്പർ, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ വായിക്കാൻ കുറെ അധികം സമയം എടുക്കും, കുറച്ച് വായിക്കാം. MBA in HR, മണിപ്പാൽ യൂണിവേഴ്സിറ്റി ജയ്പൂർ, BA ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ജാമ്യ സർട്ടിഫൈഡ് കരിയർ കോച്ച്, ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ USA, സർട്ടിഫൈഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ SHRM, mentored 10,000 plus students and professionals across India. Please join me in giving a very warm welcome to our incredible trainer, Sharath S. Avishkara. Sir, the floor is yours. താങ്ക് യു. അപ്പൊ എല്ലാരും രാവിലെ എന്താ പറയാ സർവ്വസന്നാഹങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കണം.
ഓക്കെ. എല്ലാവരും ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കണേ. ചില ചോദ്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്ന ആക്റ്റീവ് ആക്കി എഴുതാനായിട്ട്. അപ്പോൾ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ. വളരെ വളരെ സിമ്പിൾ ആയിട്ട് സെഷനാണ്. നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ച ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കരിയറിനെ കുറിച്ചാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കരിയർ ആവണമെന്നില്ല, നമ്മൾ നമ്മുടെ മക്കളുടെയോ നമ്മുടെ കൊച്ചുമക്കളുടെ എല്ലാം കരിയർ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചർച്ചാ വിഷയമായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കരിയർ എന്നൊരു വിഷയത്തിലാണ് ഞാൻ ഇന്ന് സെഷൻ എടുക്കണേ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പോകേണ്ടതും ഒരു കരിയർ സെഷനിലേക്ക് തന്നെയാണ്. ഇന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സെഷൻ ഉണ്ട്, ചോക്ക് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നൊരു സെഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഫോർ ഡിലേയിങ് യുവർ സെഷൻ ബൈ 5-7 minutes. ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. എൻ്റെ 7 മണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ എല്ലാം വൈകിട്ട് 7 മണി എന്നുള്ളതാണ് എന്റെ മൈൻഡിലേക്ക് വന്നത്. രാവിലെ ഒന്നും ഓർത്തില്ല. അല്ലെങ്കിൽ മനോജ് സാറെ വിളിച്ചു, എല്ലാം പറഞ്ഞു, ഓക്കെ സർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വച്ചെങ്കിലും രാവിലെ എന്നൊരു പോയിന്റ് മനസ്സിലേക്ക് വന്നില്ല. സോ ഐ എം സോറി ഫോർ ദാറ്റ്. സോ ആൻഡ് താങ്ക് യു അംബിളി ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി സെക്കൻഡ് ഐ വിൽ ജസ്റ്റ് ഗോ ടു സെഷൻ. ഓക്കെ. എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചാറ്റ് ബോക്സ് ഓൺ ആക്കി വെക്കുക. ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ റെഡി ആവുക. നിങ്ങളുടെ എല്ലാം കരിയർ, എല്ലാവരും പലവിധ കരിയറിൽ പലവിധ എന്താ പറയുക മെഡലുകളും പലവിധ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ആൾക്കാരെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കരിയർ സെലക്ട് ചെയ്ത ആരാന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? നിങ്ങൾ സ്വയം തീരുമാനിച്ചതാണോ? നിങ്ങളുടെ പാരന്റ്സ് തീരുമാനിച്ചതാണോ? നിങ്ങളുടെ കൂട്ടുകാർ തീരുമാനിച്ചതാണോ? അതോ നിങ്ങൾ എന്തെങ്കിലും പ്രഷറിൽ വന്ന് തീരുമാനിച്ചതാണോ? ഓക്കെ. കബീർ സർ പറഞ്ഞു മീ, മനോജ് സർ മൈസെൽഫ്, സെൽഫ്, സ്വയം, ഫാദർ. ഓക്കെ. സെൽഫ്, സെൽഫ്. ഞാനും. ഓക്കെ, ഫൈൻ ഫൈൻ. ജസ്റ്റ് എനിക്ക് എട്ടുപത്തെ ആൾക്കാർക്കൊന്ന് ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. ഓക്കെ, ഫൈൻ. സാധാരണയായിട്ട് നമ്മള് ഓക്കെ, അത് മാക്സിമം ആൾക്കാർ പറഞ്ഞ് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. നമ്മൾ എത്ര വി- പേര് നമ്മളുടെ വിചാരിച്ച വിചാരിച്ച പല കോഴ്സിനും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ കിട്ടിയ കോഴ്സിന് ചേർന്നു. അങ്ങനെയായിരുന്നു ഞാൻ. അത് ജനറലി ഞാൻ പറയുന്ന ഡയലോഗാണ്. ഇഷ്ടപ്പെട്ടത് കിട്ടാത്തതോട് കിട്ടാത്തത് കിട്ടിയതിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണ് പൊതുവെ എല്ലാവരും, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാൻ എന്താ പറയാ, നേവിയിലേക്ക് പോകുന്നതിന് മുന്നേ നേവിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. ബട്ട് എനിക്ക് എപ്പോഴും ഡിഫൻസിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഞാൻ 12th കഴിഞ്ഞപ്പോ ഞാൻ 12th ജസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേഷന് വേണ്ടി ഇവിടെ ഭാരതമാതാ കോളേജ് ചേർന്ന സമയത്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. ഞാൻ ഫോം ഫില്ല് ചെയ്തു, എനിക്ക് ഓഫർ ലെറ്റർ വന്നു, ഞാൻ പോയി. മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോയി. അങ്ങനെയാണ്. സോ ഇതിനകത്ത് മാക്സിമം ആൾക്കാർ പറഞ്ഞൊരു പോയിന്റ് സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ എത്ര പേര് നമ്മുടെ മക്കൾക്ക് അങ്ങനെ സ്വയം ഒരു കരിയർ തിരഞ്ഞെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നും കൂടി ഒന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ കിട്ടാൻ നല്ലതായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളോട് അവരുടെ ആഗ്രഹം മാത്രം, അല്ല അവരുടെ ആഗ്രഹപ്രകാരം കൃത്യമായിട്ട്. ആരുമില്ലേ? എല്ലാവരും ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആയി നോക്കട്ടെ. അവരുടെ ഇഷ്ടം. ഓക്കെ, ഫൈൻ. ഇപ്പൊ കുഞ്ഞാണ് സാറേ, അപ്പൊ അത് കാരണം, അതായത് 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആ, ഓക്കെ, ഇനി ഫൈൻ. അപ്പൊ ഇനി സമയമുണ്ട്. അപ്പൊ ഇന്ന് സെഷൻ സാറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ മിക്കവാറും. ഓക്കെ. സാധാരണയായിട്ട് ഈ കരിയർ തിരഞ്ഞെടുക്കുന്ന നമ്മളാണെങ്കിൽ നമ്മൾ മക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു 3-4 രീതിയുണ്ട്. അതെല്ലാം ഇന്ന് പൊളിച്ചെഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെയിൻ എൻ്റെ ഒരു ഉദ്ദേശം. സാധാരണയായിട്ട് നമുക്ക് പണ്ടൊക്കെ വളരെ ചുരുക്കം ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നേരത്തേക്കാണെങ്കിൽ മെഡിക്കല്, എഞ്ചിനീയറിംഗ്, വക്കീലാവുക, ടീച്ചിങ്ങിന് പോവുക, ഗവൺമെന്റ് സർവീസ്, അങ്ങനെ വളരെ തുച്ഛമായ വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രം. തുച്ഛമെന്ന് പറഞ്ഞാൽ ഞാൻ വില കുറച്ച് കണ്ടതല്ല, നമ്പേഴ്സ് ആർ വെരി ഫീബിൾ. സോ അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ വലുതായി 2000 എന്റെയൊക്കെ ടൈം ആയി കഴിഞ്ഞപ്പോഴേക്കും ഓപ്ഷൻസ് പിന്നെയും കൂടി. കമ്പ്യൂട്ടർ യുഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ മുന്നോട്ട് വന്നു. അതെല്ലാം നല്ല നല്ല ഓപ്ഷൻസ് ആയിരുന്നു. നമ്മൾ അതെല്ലാം ഒരുപാട് ആൾക്കാർ, കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാവും Y2K എന്നൊരു ഇഷ്യൂ വന്നിട്ട് ഒരുപാട് IT എഞ്ചിനീയേഴ്സ് UK യിലേക്കൊക്കെ പോയി. ഇവിടെ IT വിപ്ലവം തന്നെ നടന്നു.
അതേസമയം 2026 എത്തി നിൽക്കുമ്പോൾ ഇപ്പോ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് പോലെ കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നത്തെ ന്യൂസാണ്, എറണാകുളത്തും കോഴിക്കോടും 800 പേരെ കോറോ ഹെൽത്ത് എന്ന ഒരു കമ്പനി ജോലിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് വിത്തൗട്ട് എനി നോട്ടീസ്. കഴിഞ്ഞ വർഷം മാത്രം TCS പുറത്താക്കിയത് 40,000 പേരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ ആയ TCS 40,000 പേരാണ് പുറത്താക്കിയത്. ഇൻഫോസിസ്, ആക്സെഞ്ചർ, കോഗ്നിസെന്റ് പോലുള്ള മിക്കവാറും എല്ലാ കമ്പനികളും അവരുടെ സൈസ് കട്ട് ചെയ്ത് അവര് എന്താ പറയാ കുറച്ചും കൂടി എന്താ പറയാ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഒരു കാരണമാണ് AI. നമ്മൾ ഒരുപാട് കൺവെൻഷണൽ ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളെല്ലാം ആ, ആ, നിർത്തിക്കൊണ്ട് എല്ലാം അതിനെ AI ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് വളരെ പുതിയ ഒരു സിസ്റ്റം ഓഫ് വർക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം ചോദിക്കുമോ AI വന്ന ഒരുപാട് പേരുടെ ജോലി പോകുമോ എന്ന്. ഇതേ ചോദ്യം പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്ന സമയത്ത് കമ്പ്യൂട്ടർ വന്ന ഒരുപാട് പേരുടെ ജോലി പോകും എന്ന് പറഞ്ഞെടുത്തുനിന്ന് കമ്പ്യൂട്ടർ പഠിക്കാത്തവരുടെ മാത്രം ജോലി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ AI വന്നാലും ഉണ്ടാവാൻ പോകുന്നതാണ്. നമ്മളാണെങ്കിലും ഇനിയിപ്പോ അങ്ങോട്ട് കാലത്ത് AI എന്താണെന്നും AI കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മുടെ ലൈഫിൽ വളരെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾക്ക് നമുക്ക് AI യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പലതും പലതും ഇപ്പൊ AI ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ ഈ ഒരുപാട് ഓപ്ഷനുകളും ഒരുപാട് എന്താ പറയാ സിസ്റ്റംസും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമ്മള് ഞാൻ ഒറ്റ 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 വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഐ ആം വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു JCI തരുന്ന ഒരു കോൺഫിഡൻസ് ആയിരിക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു കോഴ്സിലേക്ക് നമ്മുടെ മക്കളുടെ ഇഷ്ടപ്രകാരം നമ്മൾ വിടുക എന്നുള്ളത്. പക്ഷേ ഞാൻ പൊതുവെ വരുന്നൊരു ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളുടെ ഇഷ്ടമൊക്കെ ഞാൻ സമ്മതിക്കും. അവർക്ക് മെഡിക്കലോ എഞ്ചിനീയറിംഗോ എടുക്കാം. അതാണ് പാരന്റ്സ് പൊതുവെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത്. അതല്ലാതെ അവന്റെ ആഗ്രഹമുള്ള ചിലപ്പോ ഒരു പെയിന്ററോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ താല്പര്യം. ബട്ട് നമ്മള് ജനറലി നമ്മളുടെ ഒരു ആഗ്രഹം, എനിക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ ഡോക്ടർ ആവണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഐ ആം ഹാപ്പി ദാറ്റ് നമ്മുടെ ഈ ടീമിൽ ആരും അങ്ങനെ അല്ല എന്നുകൊണ്ട് സന്തോഷിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കുന്നത് ഫ്രണ്ട്സിന്റെ പ്രഷറിലോ പിയർ പ്രഷർ എന്ന് പറയുക അതിന്. ദെൻ ടീച്ചേഴ്സ് പറയും ഓക്കെ. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ആവിഷ്കാര സ്കൂളിൽ ഡയറക്ടറാണെന്ന് അമ്പിളിജി പറഞ്ഞു. അപ്പോ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ആണ് ചെയ്യണത്. എന്റെ അടുത്തേക്ക് വരെ 90% കുട്ടികളും സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് താല്പര്യമോ എന്താണെന്ന് അറിയുന്ന ആൾക്കാരല്ല. അതിന്റെ റീസൺ നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് ഒന്നും നമ്മൾ ബോധവല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് ഗ്രാജുവേഷൻ എന്നുള്ള ലെവലിൽ പോവാണ്. അതെല്ലാം ടീച്ചർമാരും അതിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടതാണ്. ടീച്ചർമാരുണ്ട് നമ്മുടെ കൂടെ. ടീച്ചർമാരാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാർ. ദെൻ പിന്നുള്ളത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഇപ്പൊ ACCA CMA എന്ന് പറയുന്ന കോഴ്സുകൾ ഒരുപാട് കമ്പനികൾ നടത്തുന്നുണ്ട്. അത് ഇപ്പൊ പഠിച്ച് ഇപ്പൊ ഇറങ്ങിയ ഇപ്പൊ നമുക്ക് എല്ലാം ജീവിതം സെറ്റിലാക്കാം എന്ന് പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഒരു സ്ഥാപനം പേരെടുത്ത് പറയുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമുക്കൊരു കോഴ്സ് സെലക്ട് ചെയ്ത് തരുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങൾ ഇന്നതിന് ചേർന്നാൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും, ഇപ്പൊ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നമ്മള് കുട്ടികളുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയാ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ജനറൽ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്ന കരിയറിൽ ഉണ്ടാക്കുന്ന ചില മിസ്റ്റേക്സ്. അമ്പിളി സമയം 5 മിനിറ്റ് മുന്നേ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. കാരണം ഞാൻ ടൈം നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മള് ഞാൻ സ്കൂളുകളിൽ സെഷൻ എടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ടീച്ചർ സെഷൻ എടുക്കുന്നുണ്ട്, 1-to-1 കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെയെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു 95% കുട്ടികളും, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയി, തൃശ്ശൂർ ഒരു സ്കൂളിലാണ് പോയി, ആളൂർ സ്കൂളിലാണ് ഞാൻ പോയത്. അവിടെ 190 കുട്ടികളുണ്ട് +1 +2 സയൻസിൽ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ സയൻസ് എടുക്കാനുള്ള കാരണം ചോദിച്ചപ്പോ ഒരു 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 ബഹുഭൂരിപക്ഷ ഭാഗം കുട്ടികൾ പറഞ്ഞ ഒറ്റ കാര്യം, സയൻസ് എടുത്താൽ പിന്നെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാലോ. സയൻസ് എന്ന് പറഞ്ഞ വൈറ്റിലെ ഹബ്ബ് പോലെയാണ്. അവിടേക്ക് കോഴിക്കോടേക്കുള്ള ബസ്സും ട്രിവാൻഡ്രത്തേക്കുള്ള ബസ്സും വയനാടേക്കുള്ള ബസ്സും ലോങ് റൂട്ട് ബാംഗ്ലൂർക്കുള്ള ബസ്സും എല്ലാം കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്.
അപ്പൊ ഞങ്ങളുടെ ഒരു ട്രെയിനർ ഫോറത്തിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മള് എനിക്കടുത്ത് വൈറ്റ്ല ഹബ്ബാണ്. വൈറ്റ്ല ഹബ്ബ് എന്ന് ഞാൻ പറഞ്ഞു. വൈറ്റ്ല ഹബ്ബിൽ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ബസ് നോക്കിയാണ് നമ്മൾ കയറുക. ചിലപ്പോൾ അത് സീറ്റുള്ള ബസ് നോക്കിയായിരിക്കും കയറുക. എന്നാൽ നമ്മളുടെ പേഴ്സണാലിറ്റിയോ നമ്മളുടെ താല്പര്യമോ നമ്മളുടെ സ്കില്ലോ എന്നൊന്നും നോക്കിയിട്ട് ആവണമെന്നില്ല കുട്ടികൾ കയറുക. സോ ഫുൾ A+ മേടിച്ച ആൾക്ക് എടുക്കേണ്ട ഒരു സാധനമാണ് സയൻസ് എന്നും, ഒരു 2 A+ കുറഞ്ഞ ആൾക്ക് എടുക്കേണ്ട ഒരു ചോയ്സ് ആണ് കൊമേഴ്സ് എന്നും, ഒരു 2-3 A+ കുറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടതാണ് ഹ്യൂമാനിറ്റീസ് എന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്സ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു മിത്താണ്. സോ ആക്ച്വലി നമ്മളുടെ കോഴ്സോ നമ്മളുടെ ഫ്യൂച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസോ ഫ്യൂച്ചർ കരിയറോ ഒന്നും മാർക്സ് ആയിട്ട് ബന്ധപ്പെടുത്തി അല്ല ഉണ്ടാവേണ്ടത്. ഒന്ന്. 2, സയൻസ് എടുത്തില്ലെങ്കിൽ എന്തോ വലിയ മോശമാണ്. നീ ഹ്യൂമാനിറ്റീസ് എടുത്താൽ നാട്ടുകാരോട് എന്ത് പറയും എന്ന് ചോദിക്കുന്ന ഒരുപാട് പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സർ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ മോനെ കൊണ്ട് സയൻസ് എടുപ്പിച്ച് ഇപ്പൊ അവന് സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈവൻ എന്റെ കാലഘട്ടം വരെ ഞാൻ 10th 2001-ലാണ്. ആ സമയത്ത് ഇത് ഒരുപാട് പേരുണ്ടാവും. ആ സമയം വരെയൊക്കെ നമുക്ക് ഒരു കോഴ്സ് നമ്മൾ എടുത്തു. നമ്മളിപ്പോ പാരന്റ്സ് പറഞ്ഞിട്ടാണോ നമ്മൾ പറഞ്ഞിട്ടാണോ നാട്ടുകാരുടെ പ്രശ്നമാണോ എന്തായാലും നമ്മളൊരു കോഴ്സ് എടുത്തു. ആ കോഴ്സ് എടുത്തതിന് ശേഷം നമ്മളത് എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇപ്പൊ ആരോ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ അങ്ങനെ പാരന്റ്സിന് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൊണ്ട് ഞാൻ പറയാം. നമ്മൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ച് അത് പാസ്സാവാൻ നോക്കും. നമുക്ക് സപ്ലൈ ഒക്കെ വരും. നമ്മൾ സപ്ലൈ എങ്ങനെ എഴുതി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഒരു 2 മാസം 3 മാസം മുന്നേ എന്റെ മുന്നിൽ വന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഒരു കുട്ടി ജനറൽ സീറ്റിൽ MBBS ഇത് കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്റെ ഓർമ്മ, കോട്ടയത്ത് പഠിക്കാൻ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് പറ്റുന്നില്ല. ഒരുപാട് പ്രഷർ, ഒരുപാട് പഠിക്കാനും ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രഷർ ഫീൽ ചെയ്ത ആ കുട്ടി കൊണ്ട് ഫാദറിന്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എക്സിറ്റ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞു, അയ്യോ മോനെ നമുക്ക് ജനറൽ സീറ്റ് കിട്ടിയതല്ലേ, നീ അങ്ങനെ കളയല്ലേ, നീ ഒന്നും കൂടി ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രഷർ കൊടുത്ത് ഒരു വർഷം കൂടി ആവാൻ പോയി. അതിനിടയ്ക്ക് അവർ ഡിപ്രഷൻ വന്ന് ആന ഡിപ്രസന്റും സ്ട്രെസ്സൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായി. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അവരുടെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി വേണ്ട, കണ്ടിന്യൂ പ്രശ്നമാണ്, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ഇറങ്ങി. ഹി വെൻ ഫോർ BSc നഴ്സിംഗ്. BSc നഴ്സിംഗിന് പോയി. സെക്കൻഡ് ഇയർ മുതൽ നൈറ്റ് ഡ്യൂട്ടി വന്നു തുടങ്ങി. അവൻ പിന്നെയും പ്രശ്നത്തിലായി. അത് കഴിഞ്ഞ് BCom ചേരുന്നതിന് മുന്നെയാണ് ആ കേസ് എൻ്റെ അടുത്തേക്ക് വരണേ. സോ ഇതാണ് റിയാലിറ്റി. നമ്മുടെ കുട്ടികളൊന്നും അവന് ഇഷ്ടപ്പെടുന്ന കോഴ്സ് അല്ല, അവന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവൻ നേരെ ചെയ്യാൻ പോകുന്നത് എക്സിറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അതല്ലാതെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസയെ കുറിച്ചോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ ഉണ്ടാക്കാറുണ്ട് നമ്മളെടുത്ത എഫേർട്ടിനെ കുറിച്ചൊന്നും കുട്ടികൾ പൊതുവെ ബോധേഡല്ല. സോ നമ്മൾ എന്താ പറയാ, ഈ സോഷ്യൽ സ്റ്റാറ്റസ്, ഡോക്ടർ ആയില്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ എനിക്ക് നാണക്കേടാണ് എന്നുള്ളതെല്ലാം പറയുന്ന നമ്മള് അവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചോ അവന്റെ ആപ്റ്റ്യൂഡിനെ കുറിച്ചോ അവന്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചോ ഒന്നും ജനറലി ബോധവാന്മാരല്ല. പിന്നെ ഡോക്ടർ ഫാമിലി ഡോക്ടർ ആവുക, വക്കീൽ ഫാമിലി വക്കീലാവുക എന്നുള്ള ജനറൽ ഫാമിലി എക്സ്പെക്ടേഷൻസ് എല്ലാം അവിടെയും ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഗുഡ് അതായത് മോർണിംഗ് ഓൾ. അല്ല, ഞാൻ ഞാൻ എന്റെ ഗൾഫിലിരിക്കുമ്പോഴേ ഒരു ആളിന്റെ പേര് പറഞ്ഞു. അങ്ങേര് ഒരു പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലത്തെ ഡ്രൈവറായിട്ട് കയറിയതാണ്. പക്ഷെ അയാളുടെ മിടുക്കൊണ്ട് അതിന്റെ മാനേജർ വരെ ആയി. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ അയാള് പറഞ്ഞു എന്റെ മക്കളെ എനിക്ക് ഡോക്ടർ ആക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഹോസ്പിറ്റൽ കിട്ടി നിയർ ട്രിവാൻഡ്രം. സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. എന്നിട്ട് 3 മക്കളുണ്ട്. 3 പറയും ഞാൻ ഡോക്ടർ ആവത്തില്ല, ഡോക്ടർ ആവത്തില്ല എന്ന് ആളുകളെ വെച്ചൊക്കെ നടത്തിക്കൊണ്ട് പോകും. അങ്ങനെ ഇപ്പം ഇത്തിരി പ്രായമായി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്ത് സങ്കടമായിപ്പോയി, ഞാൻ ആ ആഗ്രഹത്തില. എന്നിട്ട് പറഞ്ഞു എന്നാ ശരി നീ ഡോക്ടർ പെണ്ണിനെങ്കിലും കെട്ട്, ഇതിന്റെ അതും ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പം റിച്ചാണ് വളരെ അവിടുന്ന് ഉണ്ടാക്കിയ തന്നെ, പക്ഷെ നല്ല നേരായ വഴിയിൽ ഉണ്ടാക്കിയ പൈസയൊക്കെയാണ്. പിന്നെ ഒരു കണ്ടെയ്നർ ഫുള്ള് അങ്ങനെ ബുക്ക് ചെയ്ത് അറബിക്ക് മൊത്തം കാശ് കൊടുത്തിട്ട് അതിൽ
കുറച്ചൊക്കെ ചെറിയ ചെറിയ അന്ന് എല്ലാരും കയറ്റി വിടുമായിരുന്നു. അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയ ആളാണ്. നല്ല മിടുക്കനാണ്. പക്ഷെ അങ്ങനെ എൻ്റെ അടുത്ത് വിഷമത്തോട് പറഞ്ഞു. ഞാൻ എംബസി സ്കൂളിൽ അവിടെ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഉണ്ടായിരുന്നു. അവർ രണ്ടെണ്ണത്തിന് എടുത്ത് പറഞ്ഞു, ഇവന്മാരെ എഞ്ചിനീയേഴ്സ് അല്ല ഡോക്ടറാക്കാനാ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി. ഇങ്ങനെ സി താങ്ക് യു. വേറൊരു മേഡവും കൂടി സംസാരിച്ചിരുന്നു, അതും കൂടി എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഐ എം സോ സോറി. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ മോർണിംഗ്. പറയാൻ വന്നത് എൻ്റെ മക്കള് രണ്ടുപേരും, ഒരാളെ ഞാൻ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കി. അപ്പോൾ അവൻ എഞ്ചിനീയർ ആയ ശേഷം അവൻ അവിടുന്ന് ടേൺ ചെയ്ത് അവൻ ജേർണലിസം പഠിച്ച ശേഷം ഇന്ന് അവൻ സീനിയർ ജേർണലിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നു. അവൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അവൻ കളഞ്ഞു. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എടുത്തിരുന്നത്. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ച് ഡെന്റിസ്റ്റ് ആക്കി. പക്ഷെ അവൾ ആയ ശേഷം അവൾ നേരെ അവിടെ നിന്ന് തിരിഞ്ഞ് അവൾ അത് വിട്ടിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്ന ഷീസ് വർക്കിംഗ് ആസ് എ ഇന്റർനാഷണൽ അഡ്വർടൈസിങ് കമ്പനിയുടെ സ്ട്രാറ്റജിക് ഡയറക്ടറാണ് മാത്ര ആൻഡ് ഓക്ലീവിഡ്. സോ രണ്ട് കുട്ടികളും ഞാൻ പഠിപ്പിച്ച രണ്ടും അല്ല അവർ ചെയ്തത്. എഞ്ചിനീയറും മാറി അവർ രണ്ടുപേരും ടേൺ ഓവർ ചെയ്തു. ഇതൊരു ഫാക്ടാണ്. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. യെസ് യെസ് യെസ്. താങ്ക് യു സർ. ഞാനും താങ്ക് യു മാം. പറഞ്ഞോളൂ മാം. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ വിഷയം എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ഞാൻ എംഫിൽ വരെ ചെയ്തതാണ്. വർക്കും ചെയ്തുകൊണ്ടിരുന്ന അതേ മേഖലയിൽ തന്നെയാണ്. പക്ഷേ എങ്കില് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളും എനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പിന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജി ഡിഗ്രി എടുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. നമ്മൾ ചില വളവ് വളഞ്ഞു കഴിയുമ്പോൾ ചില ആദ്യമായി ട്രാവൽ ചെയ്യുന്ന വഴിയായിരിക്കും. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് ഒരു വളവ് കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇവിടെ എപ്പോഴോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ദേജാവു എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ലൈഫിൽ ഒരു സമയത്ത് വരുന്ന ദേജാവു ആണ് നമുക്ക് നമ്മുടെ ചില സ്കില്ലുകളെയും ചില പാഷനുകളെയൊക്കെ കാണിച്ചു തരിക. സോ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ഗ്യാരണ്ടി, സക്സസിന്റെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? ഇല്ല. മാർക്ക് ഒന്നും അടിസ്ഥാനപ്പെടുത്തി ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഡിഫൻസിലേക്ക് ഞാൻ ഡിഫൻസിലായിരുന്നതുകൊണ്ട് ഞാൻ പറയാം. ഡിഫൻസിലേക്ക് എൻട്രി ലെവൽ മാർക്ക്, ഡിഫൻസിലേക്ക് എൻട്രി കിട്ടേണ്ട ഒരു മാർക്ക് വരുന്നത് ഒരു 50 മുതൽ 65%, 70% വരെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിയുള്ള ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു 90% മാർക്കുകളാക്കാൻ നോക്കിയാൽ പോരെ. IAS IPS പോലുള്ള UPSC ലെവലിലുള്ള പ്രോഗ്രാംസിനെല്ലാം അവർ ചോദിക്കുന്ന മാർക്ക് 60% മാർക്ക് മാത്രമാണ്. സോ മാർക്കിനേക്കാൾ കൂടുതൽ ഇപ്പൊ ദിവ്യ കീർത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, ഒരു നാഷണൽ IAS UPSC ട്രെയിനർ IAS ഓഫീസർ ഉണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, 80% മുകളിൽ മാർക്കുള്ള ആൾക്കാർ ജനറലി വേറെ ഒന്നിനും കൊള്ളാറില്ല. അവരവരുടെ പാഷൻ മനസ്സിലാക്കാണ്ട് പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദ മാർക്ക് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. സക്സസിന് നമ്മുടെ ശമ്പളത്തിനോ നമ്മുടെ ജോലികളോട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. സോ ഇറ്റ് മേ ബി ചില ആൾക്കാർക്ക് ശരിയാവും. മറ്റേ പണ്ട് ഒരു കുട്ടി പറഞ്ഞ പോലെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ശരിയാവാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ വളരെ ചെറിയൊരു ലൈഫാണ് ജീവിക്കുക. ലൈഫിൽ മാക്സിമം പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് 3 Idiots എന്നുള്ള സിനിമയിൽ വളരെ ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും, നൻപൻ എന്നുള്ള തമിഴ് ഫിലിം. സോ നേരത്തെ പറഞ്ഞ ഹൈ മാർക്സ് ഡു നോട്ട് ഓട്ടോമാറ്റിക്കലി മീൻ റൈറ്റ് കരിയർ. ഫുൾ മാർക്കുള്ളത് ഒരു നല്ല കരിയർ ആണമെന്നില്ല. സോ എന്തുകൊണ്ട് അപ്പൊ അമ്പിളി ദേവി പറഞ്ഞതും അതുപോലെ 2-3 പേര് പറഞ്ഞതും നമ്മൾ പഠിച്ച് നമ്മളൊരു ഭയങ്കര പ്രോമിസിങ് ഡെന്റിസ്റ്റിനുള്ള കരിയർ ഭയങ്കര പ്രോമിസിങ് കരിയറാണ്. ആ എന്താ പറയാ, എങ്ങനെ പോയാലും ഒരു 10,000 to 12,000 rupees പെർ ഡേ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കരിയറാണ് ഡെന്റിസ്റ്റ്. ആ കരിയർ മാറ്റി വെച്ചിട്ട് സ്വന്തം പാഷനെ ഫോളോ ചെയ്തുകൊണ്ട് അഡ്വർടൈസിംഗ് കമ്പനിയിൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാനിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരവരുടെ റിയലൈസേഷൻ ലേറ്റ് ആയിട്ടാണെങ്കിലും വന്നു എന്നുള്ളതാണ്. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. സോ ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. 2004 ഞാൻ നേവിയിൽ ജോയിൻ ചെയ്യണേ. 2007 എനിക്ക് ഒരു ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി വന്നു. 2 വർഷം ആസ് എ ട്രെയിനർ, ആസ് ഇൻസ്ട്രക്ടർ ഞാൻ വർക്ക് ചെയ്തു. ദെൻ ഞാൻ ബോംബെയിലേക്ക് ട്രാൻസ്ഫർ പോയി. അത് തിരിച്ച് ഞാൻ ആൻഡമാൻ ട്രാൻസ്ഫർ പോയി. അഗെയിൻ സി കേഡറ്റ് കോർ എന്ന് പറയുന്ന ഒരു ടീമിനെ ട്രെയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോഴൊന്നും നമ്മളൊക്കെ ഒരു ജോലി ചെയ്യുന്നു അല്ലാതെ വേറെ നമ്മളെ മനസ്സിലാക്കാൻ വലിയൊന്നും ഉണ്ടായില്ല. ദെൻ ഐ കേം ടു NCC കൊച്ചിയിൽ, നേവൽ NCCയിലായിരുന്നു ഒരു 3 വർഷം. അവിടെ നിന്നാണ് ചില വലിയ ഷോക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ജോലി
ആസ് എ ട്രെയിനർ ആണ് നമുക്ക് ഇൻഡിവിജ്വൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സംസാരിക്കാനും വൺ ടു വൺ സംസാരിക്കാനൊക്കെ ഉള്ള ചാൻസ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ ട്രെയിനറായി വരുന്നത്. ലാസ്റ്റ് 10 വർഷമായിട്ട് കുട്ടികളുടെ കൂടെയാണ് ജീവിക്കുക. കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സുമാണ് നമ്മളുടെ ഡെയിലി നമ്മൾ കാണുന്നത്. സോ ഒന്നോ രണ്ടോ കുട്ടികളെ അല്ലെങ്കിൽ പാരന്റ്സിനെ കാണുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. ദെൻ നമ്മുടെ പാഷനും സ്കില്ലും നമ്മുടെ പർപ്പസും എന്താ പറയുക ഇൻകവും അതിന്റെ കൂടെ അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലൈഫ് എപ്പോഴും പോസിറ്റീവായിട്ട് വരിക. അതാണ് കരിയർ സ്വീറ്റ് സ്പോട്ട്. ഓക്കെ. ഇതിന്റെ പുറകിൽ സയൻസ് ഞാൻ ഞാൻ പലയിടത്തും ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എടുത്ത് ചോദിക്കും, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാത്ത എന്ന് ചോദിക്കും. അപ്പൊ നേരത്തെ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിത് കാണുകയാണ്. ഞാൻ എന്റെ ബ്രാൻഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഞാൻ ജനറൽ സയൻസ് മാത്രം പറയുകയാണ്. ദർ ഈസ് സംതിങ് കോൾ സൈക്കോമെട്രിക് അനാലിസിസ്. സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും കണ്ടുപിടിച്ചുകൊണ്ട് ലേണിംഗ് സ്റ്റൈലും കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ആ കുട്ടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. അപ്പോൾ അതിനകത്ത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതിൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ് കണ്ടുപിടിക്കുക. പിന്നെ ഒരു ടെസ്റ്റുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് MIT എന്നൊരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സാധനം DMIT കണ്ടുപിടിച്ച് ഹോവാർഡ് ഗാർണർ എന്ന് പറയുന്ന DMIT ഒരു മിത്താണ്. DMIT സാധനമില്ല, അത് നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ആരെങ്കിലും ചെയ്ത് കാണും ചിലപ്പോൾ. അതൊരു മിത്താണ്, അതൊട്ടും റിലയബിൾ അല്ല, അത് സയന്റിഫിക്കലി പ്രൂവണും അല്ല. അതൊരു നമ്മള് ആസ്ട്രോളജി പറഞ്ഞോളൂ. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അതായത് എട്ടാം ക്ലാസ്സിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇതുമെല്ലാം നടത്തിയിട്ട് സിജിക്കാർ വന്നവിടെ ഗൾഫിൽ നടത്തിയ കാര്യം പറയാം. ഞാൻ അതിലുണ്ടായിരുന്നു. അപ്പം പിന്നെ അതേ കുട്ടികളുടെ 10 നടത്തിയപ്പം വ്യത്യാസം, 12 നടത്തിയപ്പം വ്യത്യാസം. അപ്പൊ അത് കറക്റ്റ് അല്ലല്ലോ എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ പല പേരൻസ് അവിടെ എന്തെങ്കിലും വന്നാൽ ഉടനെ വരുമല്ലോ അവിടെ കൊണ്ടുവന്നിട്ട് നടത്തിയിട്ട് അപ്പൊ ഇത് വെറും അപ്പൊ അവര് തന്നെ പറഞ്ഞു അതിനെന്തോന്ന് തട്ടിപ്പ് പരിപാടിയും കൊണ്ട് വന്നിരിക്കുക വർഷം തോറും എന്ന് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഞാൻ അവിടെ ഇതില് പിന്നെ MA സ്കൂളില് ഈ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. രണ്ട് കാര്യങ്ങൾ പറയാം സാർ. അതിന്റെ രണ്ട് റീസൺ പറയാം. നമ്മള് സിജിയുടെ പോലുള്ള ഈ ഒരു സെറ്റപ്പിനകത്ത് വരുന്ന ചോദ്യങ്ങൾ 60 ചോദ്യം എന്താണ് സിജിയുടെ അതിനകത്തുള്ളത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60 ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ കുട്ടി അസസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ആ കുട്ടിയുടെ എൻറ്റയർ പേഴ്സണാലിറ്റി, അതിന് ഇന്റർനാഷണൽ തിയറീസ് അവൈലബിൾ ആണ്. ഞാൻ തിയറിയെ കുറിച്ച് പറയാൻ റിയാസെക് മോഡൽ എന്നുള്ള തിയറി, ഹോവാർഡ് ഗാർണർ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ വേറൊരു സൈക്കോമെട്രിക് തിയറിയാണ് റിയാസെക്. ചിലതൊക്കെ അറിയുന്നുണ്ടാവും. റിയാസെക്കിൽ തന്നെ 6 ട്രേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 6 ട്രേറ്റ് ആണെങ്കിൽ റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ ട്രേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 6 ചോദ്യങ്ങളെങ്കിലും ഒരു ഇതിനെ കുറിച്ച് ചോദിക്കണം. അപ്പോൾ 36 ചോദ്യം ആവുള്ളൂ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് നോക്കാനായിട്ട് വേണം, ആപ്റ്റ്യൂഡ് നോക്കാൻ ചോദ്യങ്ങൾ വേണം, പേഴ്സണാലിറ്റി നോക്കാൻ വേണം. നമ്മൾ ഒരു വിഷ്വൽ ലേണർ ആണെങ്കിൽ, കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് പറ്റിയ കരിയർ സെറ്റപ്പ് വേറെയാണ്. കേട്ട് പഠിക്കുന്നവർക്കുള്ളത് വേറെയാണ്, ചെയ്ത് പഠിക്കുന്നവർക്കുള്ളത് വേറെയാണ്. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ലേണിംഗ് സ്റ്റൈലും 4 കൂടി കണക്ട് ചെയ്താൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് 3 ഡയമെൻഷൻ കണക്ട് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഒരു കരിയർ നമുക്ക് ഈ സിജിയുടെ ഒരു പ്രശ്നം, സിജി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ആപ്റ്റിറ്റ്യൂഡ് മാത്രം ചെക്ക് ചെയ്യുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡ് മാത്രം എക്സാമ്പിൾ കേൾക്കുന്നില്ല. പാത്ത് ഫൈൻഡേഴ്സ് ടെസ്റ്റ് ഇല്ലേ, പാത്ത് ഫൈൻഡേഴ്സ് തിയറി അനുസരിച്ച് നമ്മൾക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതാണ് പാത്ത് ഫൈൻഡേഴ്സ് എന്ന് എനിക്ക് അറിയില്ല. സൈക്കോമെട്രിക് എന്നാണ് അതിന്റെ ആക്ച്വൽ ടെർമിനോളജി. പാത്ത് ഫൈൻഡർ ചിലപ്പോൾ അതിന്റെ ഒരു ബ്രാൻഡ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഫ്യൂച്ചർ ബ്രിഗേഡ് അല്ലെങ്കിൽ ആവിഷ്കാര ബ്രാൻഡ് ഉള്ള പോലെ പാത്ത് ഫൈൻഡർ മേ ബി എ ബ്രാൻഡ്. ഇതിന്റെ ബാക്കിൽ രണ്ട് ടെക്നീഷ്യൻസ് ആണ് ഉള്ളത്, ഇന്റർനാഷണൽ ടെക്നീഷ്യൻസ്. ഒന്ന് ഹോവാർഡ് ഗാർണർ, മറ്റേ ആളുടെ പേര് അയ്യോ ഇപ്പൊ വരില്ല. ബിഗ് ഫൈവ് തിയറി, ഓഷ്യൻ തിയറി നിങ്ങൾക്ക് അറിയായിരിക്കും പല ആൾക്കാർക്ക്. ഹോവാർഡ് ഗാർണറും ഞാൻ ലാസ്റ്റ് പേര് പറഞ്ഞു, പേര് ഇപ്പൊ പോയി. ഹോളണ്ട് ആണോ? ഹോളണ്ട് യെസ്. ഹോളണ്ട് തിയറി ഓഫ് ഹോളണ്ടും ഹോവാർഡ് ഗാർണർ, ഈ രണ്ടുപേരാണ് ഇതിന്റെ ബാക്കിലുള്ള. നിങ്ങൾ MI ഒയാസിസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം വരും. ഇപ്പൊ എന്റെ വെബ്സൈറ്റ് അല്ല ഇത്, ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് MIT തിയറീസിനെ കുറിച്ച് MIT തിയറി കുറെ കൂടിയൊക്കെ റിലയബിൾ ആ, ബട്ട് അവരുടെ സിസ്റ്റത്തിനകത്ത് ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇന്റലിജൻസ് മാത്രം നോക്കുന്ന തിയറി 9 ഇന്റലിജൻസ് ആണുള്ളത്. ആ ഇന്റലിജൻസ് ഭാഗമായിട്ട് ഒരു രീതികളാണ് അതിനകത്ത് പറയാം. സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. അവൻ ഏത് സബ്ജക്റ്റിലാണ് ഇൻട്രസ്റ്റ്, എന്ത് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ്, അവന്റെ പാഷൻ എങ്ങനെ
മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് സയൻസിൽ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഫിസിക്സ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിസിക്സ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ബയോളജി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് മാർക്കായിട്ട് ബന്ധപ്പെട്ടല്ല. അവന് ബയോളജിക്ക് നല്ല മാർക്ക് ഉണ്ട് എന്നുള്ളത് ബയോളജി ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഞാൻ സെഷൻ എടുത്ത് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എനിക്ക് ബയോളജി ഇഷ്ടമാണ് സർ, പക്ഷെ എനിക്ക് ബയോളജിക്ക് മാർക്ക് കിട്ടാറില്ല. കാരണം എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് കുറവാണ്. ഇപ്പൊ ഈ ബ്രെയിനിന്റെയും കണ്ണിന്റെ ഒക്കെ ന്യൂറോണിന്റെ ഒക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അവൻ അതൊരു ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. ബട്ട് എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ലോജിക്കൽ, നമ്മുടെ മെക്കാനിക്കൽ, നമ്മളുടെ റീസണിങ് സ്കിൽ എന്താണെന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് ഈസ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിക്കകത്ത് നമ്മൾ ലീഡർഷിപ്പ് പേഴ്സണാലിറ്റി ഉണ്ടോ, നമ്മുടെ എംപതി എത്ര. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും കുറവ് കണ്ടൊരു സാധനമാണ് എംപതി. ഞാൻ ഗിവ് എൻ എക്സാമ്പിൾ. ഒരു നീറ്റ് റിപ്പീറ്റർ കുട്ടി വന്നു, ശ്രീധന്യ എന്നാണ് പേര്, കോട്ടയം ഭാഗത്തു നിന്നാണ്. ആ കുട്ടി വന്നപ്പോ ആ കുട്ടി നീറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അതിന്റെ എക്സാം ഒരു 3 മാസമുള്ള എക്സാം ആണ്, എന്നാലും ഒന്ന് ടെസ്റ്റ് എടുത്തേക്കാം എന്ന് പറഞ്ഞ കുട്ടി വന്നതാ. നമ്മൾ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ കണ്ടൊരു സീൻ, ആ കുട്ടിയുടെ എംപതി വാസ് ബിലോ 50, ആ കുട്ടി ഇന്റഗ്രിറ്റി വാസ് ബിലോ 50, പെർഫെക്ഷൻ വാസ് 60-65. അപ്പൊ എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ സഹാനുഭൂതിയാണ്. അതൊക്കെ അറിയാം, നമുക്ക് നമ്മളുടെ മുന്നിലുള്ള സഹനോടുള്ള അനുഭൂതിയാണ്. അപ്പോ വേറൊരാളെ മനസ്സിലാക്കാത്തിടത്തോളം നമ്മളെങ്ങനെ നല്ല ഡോക്ടറാവും. ഒന്ന്, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ഇന്റഗ്രിറ്റി 50% കുറവുള്ള ഒരാള് എങ്ങനെ ഡോക്ടറാവുക? നമ്മുടെ കിഡ്നിയും നമ്മളുടെ ഞാൻ വളരെ തമാശ പറയും, ഈ വയറ്റിൽ കത്രികയൊക്കെ വയ്ക്കുന്നത് 80 കുറഞ്ഞവരായിരിക്കും എന്ന് ഞാൻ വളരെ തമാശയായിട്ട് പറയും. ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് പെർഫെക്ഷൻ. ആ പെർഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആവില്ല. പെർഫെക്ഷൻ കുറഞ്ഞാൽ പിന്നെ നമുക്ക് ചാറ്റ് GPT ആണ് ബെറ്റർ ഡോക്ടർ, കുറെ കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. സോ അങ്ങനെ 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 1, 2, 3 പേഴ്സണാലിറ്റി അല്ല. അപ്പൊ നമ്മൾ 25ഓളം പേഴ്സണാലിറ്റീസ്. ബിഗ് ഫൈവ് തിയറിയാണ് എന്റെ ബാക്കിൽ, ഓഷ്യൻ തിയറി, ബിഗ് ഫൈവ് തിയറി എന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. സോ പേഴ്സണാലിറ്റി ആണ് തേർഡ് പാർട്ട്. ഫോർത്ത് ഈസ് ലേണിംഗ് സ്റ്റൈൽ. നമ്മൾ എങ്ങനത്തെ ടൈപ്പ് ലേണർ ആണ്? വിഷ്വൽ ലേണർ ആണോ, ഓഡിറ്റ് ലേണർ ആണോ? വിഷ്വൽസ് കണ്ടു പഠിക്കുന്നവരാണ്, കേട്ട് പഠിക്കുന്നവരാണ്. നമ്മൾ ചില ക്ലാസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രം മാർക്ക് കിട്ടുന്നത് നമ്മൾ കുട്ടികളെ കുറിച്ച് പറയും. അവൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ബേസ്ഡ് ലേണർ. ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ ലേണിംഗ് സ്റ്റൈൽ ഉണ്ടാവാം. ദെൻ വെൻ ഐ സേ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ടൈപ്പ് ഓഫ് ലേണിംഗ്, ചില കുട്ടികൾ എഴുതിയും വായിച്ചും പഠിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ ചെയ്തായിരിക്കും, അവർക്ക് ആപ്ലിക്കേഷൻ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. എത്ര പഠിച്ചാലും അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മയായിരിക്കും. സോ ജനറലി ഒറ്റ വാക്ക് പറഞ്ഞാൽ കിനസ്തെറ്റിക് ആയിട്ടുള്ള ലേണേഴ്സ് വിൽ ബി ജനറലി ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിരിക്കും. വിഷ്വൽ, ഓഡിറ്ററി, അനലിറ്റിക്കൽ ലേണേഴ്സ് പൊതുവെ മെഡിക്കൽ ആസ്പിറൻസ് ആയിരിക്കും. ആസ്പിറൻസ് മീൻസ് അവർക്ക് അവരുടെ കൂടുതൽ അലൈൻമെന്റ് മെഡിക്കലിലേക്കായിരിക്കും. സോ ഈ പറഞ്ഞ പോലെ ഒരു കരിയർ സെലക്ഷൻ ഫോർമുല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും ലേണിംഗ് സ്റ്റൈലും പാഷനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പേഴ്സണൽ കരിയർ സെലക്ഷനും പാരന്റിന്റെ സെലക്ഷനും എല്ലാം കൂടി ഒരു മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടാണ് ജനറലി നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യേണ്ടി വരിക. ദെൻ വാട്ട് ഈസ് ഫ്യൂച്ചർ ഓഫ് വർക്ക്? ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, നമ്മൾ എന്താണ് ഇനിയുള്ള ഭാവി. ഒരുപാട് പേരുടെ ജോലി പോകുന്നുണ്ട്, അല്ലാണ്ട് ഇനി അങ്ങോട്ട് ഒരുപാട് പേരുടെ ജോലി പോവും. അതാണ് റിയാലിറ്റി. ഇനി അങ്ങോട്ട് ബാക്കി നിൽക്കുന്ന ജോലി, ഇപ്പൊ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ജോലി ഇനി അങ്ങോട്ട് ഇല്ലാതെയാവും. ജനറൽ ഫിസിഷ്യൻ, MBBS ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്ന ജോലി ഇനി അങ്ങോട്ട് ഇല്ലാണ്ടാവും. ക്ലറിക്കൽ ജോബുകൾ, അതായത് കൺവെൻഷണൽ ഒരേ കാര്യം തന്നെ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം ഒരു 90% ഇല്ലാതെയാവും. ഗവൺമെന്റ് സെക്ടറിൽ കുറഞ്ഞു വരും, പ്രൈവറ്റ് സെക്ടറിൽ ഇല്ലാതെയാവും. ഇതെല്ലാം AI വന്ന് റീപ്ലേസ് ചെയ്യും, ഓട്ടോമേഷൻസ് റീപ്ലേസ് ചെയ്യും. ഇപ്പൊ പണ്ട് ഒരു കടയിൽ കയറണമെങ്കിൽ നമുക്കൊരു കടയുടെ ഫ്രണ്ടിൽ ഒരു വാച്ച്മാൻ ഉണ്ടാവും. വാച്ച്മാൻ നമുക്ക് ഡോർ തുറന്നു തരുമായിരുന്നു. ഇപ്പൊ ഡോർ തുറന്നാലും വാച്ച്മാൻ ഇല്ല, കാരണം ഓട്ടോ ഓപ്പണിംഗ്, ഓട്ടോ ക്ലോസിംഗ് ഡോർസ് ആണ് ഇപ്പൊ എല്ലാം. പണ്ട് നമ്മൾ TV ഓൺ ആക്കണമെങ്കിൽ പോയി സ്വിച്ച് ഇട്ട് ടിവിയുടെ ഓരോ ബട്ടൺ ഞെക്കണമായിരുന്നു. ഇപ്പൊ നമ്മൾ കസേര ഇരുന്നുകൊണ്ട് നമുക്ക് റിമോട്ടിൽ ഞെക്കാം. റിമോട്ട് ലൈറ്റ് ഓൺ ആക്കാം, ഓഫ് ആക്കാം, ഫാൻ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഒറ്റ റിമോട്ട് കൊണ്ട് ഫാനും ലൈറ്റും AC-യും TV-യും എല്ലാം ഓൺ ആക്കാൻ സിറ്റുവേഷൻസ് വന്നു. സോ എല്ലാം ഓട്ടോമേറ്റഡ് ആയി. നമ്മളുടെ വണ്ടി, കാറ് പോലും പുതിയ വരുന്ന ടാറ്റ സിയറയില് നമുക്ക് പാർക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് ചെയ്യാം. മറ്റേത് നമ്മൾ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റേത് റിമോട്ട് വെച്ചിട്ട് പാർക്ക് ചെയ്യും. സോ സിസ്റ്റം ഹാസ് ബീൻ ഓട്ടോമേറ്റിംഗ്. അത് ഇപ്പോ ഞാൻ ജനറലി പറയാ, AI ഒരു 2-3 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രായത്തിലുള്ള ബിഹേവിയറാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം
ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു 5 വയസ്സ് 6 വയസ്സാവും. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം ആണ്. നമ്മൾ ഇവിടെ ഭയങ്കര ഹൈലി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഭയങ്കര ഹൈഫൈ എന്നുള്ള ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഈ പറഞ്ഞ AI വരണേ. ഇപ്പൊ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാമറ വേണ്ട, ലൈറ്റ് വേണ്ട, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങി, AI കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്തൊരു സിനിമ. ഇപ്പൊ VFX വേണ്ട, അതും AI വരും. പോർട്രേറ്റ് ഷൂട്ടുകൾ വേണ്ട, അതും AI തരും. സോ AI ഹാസ് ബിക്കം എ ബിഗ് പ്രോബ്ലം. ബട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ഇപ്പൊ പുതിയൊരു ടെർമിനോളജി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്ന ഹ്യൂമൻ മോട്ട് എന്നാണ്. MOAT. അതായത് മനുഷ്യന് ടച്ച് വേണ്ട, ഹ്യൂമൻ ടച്ച് വേണ്ട ഒരു വിഭാഗം ജോലി, സെക്ഷൻ ഓഫ് ജോബാണ്. എക്സാമ്പിൾ പറയാം, സർജറിക്ക് ആക്ച്വലി ഇനിയും അങ്ങോട്ടും ഡോക്ടേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സർജറി ചെയ്യുന്നത് ചിലപ്പോൾ റിമോട്ട് റോബോട്ട്സ് ആയിരിക്കും. ബട്ട് പോസ്റ്റ് സർജറി കോംപ്ലിക്കേഷൻസ് ഒക്കെ നോക്കാനായിട്ട് റോബോട്ട്സിന് ഇപ്പൊ സിറ്റുവേഷൻസ് ഇല്ല. ഇനി 10 വർഷം 15 വർഷം കഴിയും. സോ 10-15 വർഷത്തെ ഡോക്ടർമാരുടെ ലൈഫ് സെക്യൂർ ആണ്. ബട്ട് പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റുമാര്, കരിയർ കൗൺസിലേഴ്സുമാര്, ട്രെയിനേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് ഒരുപാടധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സൈബർ സെക്യൂരിറ്റി വിങ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സസ്റ്റൈനബിലിറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓട്ടോമേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എയറോനോട്ടിക്കൽ ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ എന്റെ മുൻ 2024 ഗവൺമെന്റ് എയറോനോട്ടിക്കൽ മാനുഫാക്ചറിംഗിന് മാത്രം വെച്ച ബജറ്റ് 1,04,000 കോടിയാണ്. ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ കോൺട്രാക്ട് ആയ എയർ ഇന്ത്യയുടെ 20,000 കോടി തന്നെ എന്റെ ഓർമ്മ. എയർബസും ബോയിങ്ങുമായിട്ട് അത് ഒരു 80% ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. സോ ബാംഗ്ലൂർ വിൽ ബി ദ ഹബ് ഓഫ് ഏവിയേഷൻ. സോ അങ്ങനെയാണ് സിസ്റ്റംസ് വരിക. സോ ഇനി അങ്ങോട്ട് എംപ്ലോയർ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഹാർഡ് സ്കിൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പോലും നമ്മളോട് ചോദിക്കാൻ പോകുന്ന സോഫ്റ്റ് സ്കിൽ പാർട്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടോ, ക്രിയേറ്റിവിറ്റി, AI ലിറ്ററസി ഉണ്ടോ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ, അഡാപ്റ്റബിലിറ്റി ഉണ്ടോ, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ ഒരു മെഷീൻ അല്ല, നമുക്ക് എപ്പോഴും വേണ്ട ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ ഹാപ്പി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് കമ്പനികളെല്ലാം ചോദിക്കാൻ പോണേ. സോ പാരന്റ്സ് ചെയ്യുന്ന മിസ്റ്റേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ചോയ്സ് അവരുടെ ചോയ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ സൊസൈറ്റിയുടെ ഒരു ഇൻട്രസ്റ്റും നമ്മളുടെ അഭിമാനവും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ പ്രഷർ കൊടുക്കുകയും സെലക്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാം ഒരു ഊഹാപോഹത്തിന്റെ ഭാഗം. എന്റെ കുട്ടിക്ക് സയൻസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി, സയൻസ് ആണ് ഇഷ്ടം. സയൻസിനകത്ത് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ സയൻസിനകത്ത് മാത്സ് ഉള്ള സയൻസ് ഉണ്ട്, മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്, ബയോ, IT, ഹോം സയൻസ്. ഇപ്പൊ എലക്ടീവ്സ് വേറൊരു രീതി എലക്ടീവ്സ് വരുന്നുണ്ട്. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വന്നു കഴിഞ്ഞാൽ 4 വർഷത്തെ ഗ്രാജുവേഷന്റെ ആവശ്യമില്ല. ഗ്രാജുവേഷന്റെ ടൈം 4 വർഷമാക്കിയെങ്കിൽ പോലും നമ്മൾ മൈക്രോ ക്രെഡിറ്റ് വെച്ചിട്ടുള്ള ഒരുപാടധികം കോഴ്സുകൾ പുറത്തുനിന്ന് ചെയ്താൽ പോലും അതിനെ ആഡ് ചെയ്ത് നമുക്കത് സ്റ്റേക്കബിൾ ഡിഗ്രി ആയിട്ട് മാറ്റാം. അതിന് പറയുന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ആണ്. നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മുടെ പേരിൽ അപ്പാർ ID ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ IDയിലേക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സുകളുടെ നമ്പേഴ്സ് ആഡ് ആയി വരികയും ഗ്രാജുവലി അതൊരു ഗ്രാജുവേഷനായി മാറുകയാണ് ചെയ്യുക. സോ അതാണ് ഇനി വരാൻ പോണ സിസ്റ്റം. സോ ഒരു എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ പഠിച്ച കുട്ടിക്ക് അടുത്ത വർഷം പോയിട്ട് ബയോടെക്നോളജി പഠിക്കാം. ബയോടെക്നോളജി പഠിച്ച കുട്ടിക്ക് അടുത്ത വർഷം പോയിട്ട് കെമിസ്ട്രി പഠിക്കാം. കെമിസ്ട്രി പഠിച്ചാൽ അടുത്ത വർഷം പോയിട്ട് ഹിസ്റ്ററി പഠിക്കാം. ഇതെല്ലാം നടക്കും. ബട്ട് മോർ ദാൻ എ നോളജ് സ്കിൽ, അതായത് ഞാൻ ജനറലി എല്ലായിടത്തും പറയും 3 കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. ദ ഫസ്റ്റ് തിങ് ഈസ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം. ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശം. ഇന്നലത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം. എന്റെ ഓഫീസിൽ 7th ആണ് സാലറി ഡേറ്റ്. അപ്പൊ 7th സാലറി ഡേറ്റിൽ ടെലികോളർ അടുത്ത് പറഞ്ഞു, സാലറി കൊടുത്തു കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്ത് നീ എനിക്ക് കഴിഞ്ഞ മാസം റിപ്പോർട്ട് എനിക്ക് അയച്ചതാ എന്ന് പറഞ്ഞു. അപ്പൊ റിപ്പോർട്ട് അയച്ചതാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിനിങ്ങാന്ന് എനിക്ക് ജയിലിൽ സെഷൻ, നമ്മുടെ കാക്കനാട് ജയിലിൽ സെഷൻ ഉണ്ട്. എനിക്ക് സെഷൻ എടുത്ത് ഞാൻ അത് കഴിഞ്ഞ് 1-2 സ്കൂളുകളിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഞാൻ പിന്നെ ഓഫീസിലേക്ക് പോയില്ല. അപ്പൊ എന്നെ ഉച്ചയ്ക്ക് എനിക്ക് മെസ്സേജ് വോയിസ് വന്നു, സാർ എനിക്ക് വയ്യ, ഞാൻ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു പോയി. അത് ഇന്നലെ രാവിലെ മെസ്സേജ് വന്നു, സാർ ഞാൻ ഇന്ന് മുതൽ വരുന്നില്ല.
സോ ഒരു റിപ്പോർട്ട് ചോദിച്ചോളൂ, ഞാൻ വേറൊരു കുറ്റം ചെയ്തില്ല. സോ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരു തരത്തിൽ പ്രഷർ എടുക്കാനുള്ള ഒരു മനസ്സില്ല, ഒക്കെ പ്രശ്നങ്ങളാണ്. ബട്ട് അത് അവർ ഇപ്പൊ ഞാൻ ട്രെയിനറാണ്, പാഷനേറ്റ് ആണ്, ഞാൻ രാവിലെ 7 മണിക്ക് സെഷൻ എടുക്കും, അത് 8:30 സെഷൻ എടുക്കും, അത് 10 മണിക്ക് എടുക്കും, അതിനിടയ്ക്ക് കൗൺസിൽ ചെയ്യും, അതിനിടയ്ക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കും, കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകും. ഇതൊക്കെ എന്റെ പാഷന്റെ ഭാഗമാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ് എ പാരന്റ് നിങ്ങൾ ഒരു കൺട്രോളർ എന്നുള്ളേക്കാൾ കൂടുതൽ ഒരു കോച്ചാണ്. നിങ്ങൾ അവർ അവർ ഒബ്സർവ് ചെയ്യണം. അവർ പറയുന്നത് കൊണ്ട് മാത്രം അവരുടെ പ്ലാൻ അതാവണം എന്നില്ല. അവരും ഈ ഫ്രണ്ട്സിന്റെ പ്രഷർ കൊണ്ടും സോഷ്യൽ മീഡിയ പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ കരിയർ സെലക്ട് ചെയ്യുക. അവരെ എന്താ പറയുക, മനസ്സിലാക്കുക, അവരെ എൻകറേജ് ചെയ്യുക. എനിക്കറിയില്ല, എന്റെ പുത്രിക്ക് ഞാനും തമ്മിലുള്ള ബോണ്ട് അറിയാം, വളരെ പോസിറ്റീവായിട്ട്, വളരെ ഭയങ്കര ഹൈഫൈ, ഭയങ്കര കണക്റ്റഡ് ആണ്. ബട്ട് ഇപ്പൊ പാരന്റ്സ് കുട്ടികൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പ്രശ്നമാണ്. ഒരു 15 വയസ്സ്, 12, 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും മക്കളെ പേടിയാണ്, മക്കളെ ഒന്ന് അടുത്ത് പോയി ഇരിക്കാൻ പേടിയാണ്, തോളത്ത് കൈയിടാൻ പേടിയാണ്, ഉമ്മ കൊടുക്കാൻ പേടിയാണ്, മക്കളോട് ഉമ്മ ചോദിക്കാൻ പേടിയാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. സോ വി ഷുഡ് ഓൾവേസ് ബി ആ ടച്ചിന്. പണ്ട് കാലത്ത് നമ്മള് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, കാലത്തോടും രാവിലെ വന്ന് ഈ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്, വന്ന് കാലിൽ തൊട്ട് കഴിയുമ്പോഴേക്ക് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന പരിപാടി. അത് തലയിൽ കൈവയ്ക്കുന്നത് എന്താ പറയാ, അത് ഇറ്റ് ഹാവ് സം എഫക്ട്. നമ്മൾ അനുഗ്രഹം കൊടുക്കുക എന്നുള്ളേക്കാൾ കൂടുതൽ ആ ടച്ച് അവന് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് സ്റ്റാർട്ട് ദാറ്റ്. നമ്മൾ അവനെ ടച്ച് ചെയ്യുക, അവന്റെ കാര്യങ്ങൾ നോക്കുക. സോ എല്ലാ പാരന്റ്സും എക്സ്പേർട്സ് ആണെന്നോ അല്ലെങ്കിൽ എക്സ്പേർട്സ് ആവണമെന്നോ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഒരു കോഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാമിലേക്കൊക്കെ ചെലവാക്കും. പുറത്തു കൊടുത്ത് ഇപ്പൊ ജോർജിയയിലും മാൾട്ടയിലും ലാത്വിയയിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പഠിക്കുന്നുണ്ട്, കോഴ്സ് ചെയ്യുന്നുണ്ട്, അവർ എന്തെങ്കിലും ഗിഗ് ജോബ്സ് ചെയ്തിട്ട് അവരെ അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. ബട്ട് 90% കുട്ടികളും ഹാപ്പി അല്ല. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരവിടെ പോയി വലിയ ലോൺ എടുത്തിട്ടാണ് പോയെങ്കിൽ ലോൺ അടയ്ക്കേണ്ട പ്രഷർ അവർക്ക് വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഒരു കുട്ടി സൂയിസൈഡ്, നിങ്ങൾ അറിഞ്ഞാണ്, സൂയിസൈഡ് ചെയ്തു. ഇപ്പൊ സൂയിസൈഡ് നമ്പേഴ്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 11th 12th കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും, പിന്നെ മാർക്ക് കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, 70% എങ്കിലും ഉണ്ടാവും. നമ്മൾ എത്ര പേര് 70% മാർക്ക് മേടിച്ച് പാസ്സായിട്ടുണ്ട്, 10, 12 എന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അത്യാവശ്യം വലിയ മോശമില്ലാണ്ട് നമ്മളൊക്കെ സർവൈവ് ചെയ്യുന്നില്ലേ? സോ മാർക്കോ ഒന്നുമല്ല, നമ്മളുടെ കുട്ടികളുടെ നമ്മൾ പാരന്റ് ചൈൽഡ് കണക്ട് മിസ്സായതാണ് അവിടുത്തെ ഏറ്റവും വലിയ റീസൺ. സോ യു ഷുഡ് യൂസ് സയൻസ്. നിങ്ങൾ കരിയർ സെലക്ഷന് വേണ്ടി നമ്മൾ നേരത്തെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നതിന് മുന്നേ ഒരു ഒരു കുറച്ച് വളരെ ചെറിയ തുച്ഛമായ ഒരു എമൗണ്ട് ചെലവാക്കി അവനെ സയന്റിഫിക് ആയിട്ട് അവന്റെ ഈ പറഞ്ഞ പാഷനും സ്കില്ലും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ആൻഡ് യുവർ കിഡ് ടു ഗോ ഫോർവേഡ്. കരിയർ മാപ്പിംഗ് പ്ലാൻ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ പണ്ടാണ് നമ്മൾ പഠിച്ച് 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 പോയിട്ട് ഒരു ജോലി കണ്ടുപിടിക്കുക. ഇപ്പോഴത്തെ റിവേഴ്സ് കരിയർ മാപ്പിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും എഫക്റ്റീവ് ടെക്നോളജി. നമ്മൾ അവന് അവന്റെ ഈ പേഴ്സണാലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും വെച്ചുകൊണ്ടുള്ള ഒരു കരിയർ സെലക്ട് ചെയ്യുക. ആ കരിയറിലേക്ക് പോകേണ്ട റോഡ് മാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയുള്ള നല്ല കോളേജ് സെലക്ട് ചെയ്യുക. ആ കോളേജിലേക്ക് പോകേണ്ട എത്ര മാർക്ക് കിട്ടില്ല, ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന നോക്കുക. അവന് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുന്ന നോക്കുക. അതിന്റെ കട്ട് ഓഫ് എത്രയെന്ന് നോക്കുക. അപ്പൊ കട്ട് ഓഫിന്റെ മുകളിൽ മാർക്ക് മേടിക്കാനായിട്ട് അവന് എന്താ പറയാ, അല്ല അവൻ എന്ന് പറയുന്ന അവനോ അവൾക്കോ എന്താ പറയാ, എൻകറേജ് ചെയ്യുക. ആ എൻകറേജ്മെന്റ് കൊണ്ട് അവൻ എടുക്കുന്ന മാർക്ക് എപ്പോഴും നാച്ചുറലി ഓക്കെ, അവനറിയാം ഓക്കെ ഇന്ന കോളേജിലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത് എന്നറിയാം. സോ അതനുസരിച്ച് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഒരുപാട് കുട്ടികൾ, വരയ്ക്കാൻ കഴിവുള്ള, ഡിസൈൻ ചെയ്യാൻ കഴിവുള്ള. പക്ഷെ പാരന്റ്സിനൊക്കെ ഭയങ്കര പേടിയാണ് ഡിസൈനിങ്. ഫ്യൂച്ചർ എന്താ? ഫ്യൂച്ചർ ഓഫ് ഡിസൈനിങ് ഈസ് വെരി വെരി ക്ലിയർ. എന്താ പറയാ, ലാബിൽ ഉണ്ടാക്കുന്ന ഡയമണ്ടും നാച്ചുറൽ ഡയമണ്ട്സും, ഞാൻ ലേഡീസിന് കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിയായിരിക്കും. രണ്ടും ഡയമണ്ട് ആണ്, രണ്ടും ടെക്നിക്കലി സെയിം സ്പെസിഫിക്കേഷൻ ആണ്. ബട്ട് വാല്യൂ കൂടുതൽ നാച്ചുറൽ ഡയമണ്ടിനാണ്. അതെന്തുകൊണ്ടാണ്? അത് ഹ്യൂമൻ മെയ്ഡ് ആയതുകൊണ്ടാണ്. ഹാൻഡ് മെയ്ഡ് ബിസ്ക്കറ്റ്സിന് വില കൂടുതലാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാം ഹ്യൂമൻ ബേസ്ഡ് ആവുമ്പോൾ അതിന് വാല്യൂ കൂടും. ഡിസൈനിങ് ആണെങ്കിലും വാല്യൂ കൂടും. കണ്ടന്റ് ക്രിയേഷൻ ഒരു 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 ഇനീഷ്യൽ സമയത്ത് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞതാ. ബട്ട് പ്രസന്റ്ലി കണ്ടന്റ് ക്രിയേഷൻ, ഹ്യൂമൻ ബേസ്ഡ് കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര വാല്യൂ ഉണ്ട്. വളരെ ബേസ് ആൾക്കാർക്ക് അത് ആവശ്യമില്ല. ഹൈ എൻഡ് കമ്പനിൽ ഇപ്പോഴും ദേ റിലേ ഓൺ ഹ്യൂമൻ. നേരത്തെ മാം പറഞ്ഞ പോലെ കരിയർ ഒരിക്കലും പെർമനന്റ് അല്ല. എഞ്ചിനീയർ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ.
അദ്ദേഹം ബിടെക്കുകാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി IAS എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊളിറ്റിക്സിലാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇവിടെ വാസുക്കി ആണെന്നോ IAS ആണെന്നോ, അവർ ഡോക്ടറായിരുന്നു. ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ IAS ഓഫീസറാണ്. ഞാൻ ഡിഫൻസിലായിരുന്നു. ദെൻ ഐ വർക്ക് ഫോർ ഷിപ്പ് ബിൽഡിംഗ്, കൊച്ചിൻ ഷിപ്പ് യാർഡിൽ. ദെൻ ഐ വർക്ക് ഫോർ റീറ്റെയിൽ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രെയിനർ ആയിട്ടാണ്. പക്ഷെ എവിടെയോ ട്രെയിനറുടെ ഒരു ട്രേറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മാത്രം. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഒരു കരിയറും പെർമനന്റ് അല്ല. സോ ദർ ഇസ് എ ഓപ്ഷൻ കോൾഡ് സൈക്കോമെട്രി. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. വളരെ സിമ്പിൾ ആണ്. കരിയർ ഗൈഡൻസ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ഒരു എന്താ പറയാ, ഒരു ലോങ് റൂട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടുന്ന്, ഞാൻ ഇവിടുന്ന് കളമശ്ശേരിക്ക് പോവാണെങ്കിൽ പോലും എൻ്റെ വീട് കാക്കനാടാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാ പോകും. വേറെ ഒന്നും കൊണ്ടല്ല, ഏത് വഴിയാണ് ട്രാഫിക് കൂടുതൽ എന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. സോ നമ്മൾ പോകുന്ന വഴിയിൽ ട്രാഫിക് കൂടുതലായിരിക്കും. കാരണം പുതിയ കോഴ്സുകളിലേക്കുള്ള ഇടിച്ചു കുത്തി ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര എവിഡന്റ് ആണ്. ഒരുപാട് ആൾക്കാർ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ACCA CMA എന്ന് പറയുന്ന കോഴ്സുകളുണ്ട് ഇവിടെ. അതിന്റെ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. റോഡിൽ ഫുൾ അതിന്റെ ബോർഡാണ്. അതിന്റെ ട്രെയിനിങ്ങും അതും ഇതൊക്കെയാണ്. 40% കുട്ടികളാണ് ACCA CMA പാസ്സാവുന്നത്, CMA US പാസ്സാവുന്നത്. 60% അഗൈൻ റിപ്പീറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. 2 3 വട്ടം റിപ്പീറ്റ് എഴുതും. അപ്പോഴേക്കും ഈ പഠിച്ച് അതിന്റെ നമ്പേഴ്സ് ഹു ആർ ആക്ച്വലി ഗോയിങ് ഫോർ ACCA CMA വിൽ ബി ഹൈ. CA ചാർട്ടേഡ് അക്കൗണ്ടൻസി 10% പാസ് പെർസെൻറ്റേജ്. CS 16% പാസ്സാവുക. എഞ്ചിനീയറിംഗ്, ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും കുട്ടികൾ 70% പാസ്സാവുന്നുള്ളൂ. അപ്പോൾ അരിയേഴ്സും പ്രഷറും ഒക്കെയാണ്. MBA 80% ആണ് MBAയുടെ പാസ് പെർസെൻറ്റേജ്. 10th 99.7% പാസ്സാകുന്നത് ആവണമെന്നില്ല. അതിന് സയൻസിൽ നല്ല മാർക്ക് കിട്ടി എന്നുള്ളതാവണമെന്നില്ല അവരുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് പറയാനുള്ള. ഐ തിങ്ക് ഐ ആം ടേക്കിംഗ് മോർ ടൈം ടുഡേ, ബട്ട് സ്റ്റിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാവുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കരിയർ ഒരു ഇൻറ്റ്യൂഷൻ ഒന്നുമല്ല. ഇറ്റ് ഷുഡ് ബി സയൻസ് ബേസ്ഡ് ആയിരിക്കണം. ദിസ് ഇസ് മൈ സെഷൻ. എന്തെങ്കിലും ഒരു 5 minutes എക്സ്ട്രാ പോയി. എനിവേ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാർ. നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. യെസ് യെസ്. പിന്നെ നല്ലൊരു സെഷൻ ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഇതുപോലുള്ളൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. കരിയർ ഡെവലപ്മെന്റിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തത്. സൈക്കോമെട്രിക് അനാലിസിസ് എന്തൊക്കെയാണെന്ന് അത് പറഞ്ഞു തന്നു. അതായത് നമ്മുടെ അഭിരുചിയും ബുദ്ധിശക്തിയും ഒക്കെ നോക്കിയിട്ട് വേണം ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിക്കും ഇൻട്രസ്റ്റിനും ഒക്കെ വളരെയധികം സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. കൂടാതെ എംപതി, ഇന്റഗ്രിറ്റി, പെർഫെക്ഷൻ ഇതെല്ലാം ഉണ്ടാവണം എന്ന് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. പിന്നെ അക്കാദമി ബാങ്ക് ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് സാർ ഒന്ന് ഓർമ്മപ്പെടുത്തി. അതായത് ഇന്ത്യയിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നമ്മൾ പണം സൂക്ഷിക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിലൂടെ നേടുന്ന മാർക്കുകൾക്ക് പകരമുള്ള ക്രെഡിറ്റുകൾ ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിനെക്കുറിച്ച് സാർ കൃത്യമായി മനസ്സിലാക്കി തന്നു. എന്തായാലും താങ്ക് യു സാർ. വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. ഇനി നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. ദ ഫ്ലോർ ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. അതെ സാർ, എക്സലന്റ് സെഷനാണ്. ഞാൻ കയറാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാർ ആ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് അക്കാഡമിക് ബാങ്ക് അക്കൗണ്ട്. ഇപ്പോഴത്തെ 4 year എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഫസ്റ്റ് ഇയർ ഒന്ന് പഠിക്കാം, പിന്നെ സെക്കൻഡ് ഇയറിൽ പോയിട്ട് വേറെയും പഠിച്ചിട്ട് അവസാനം കുറേ അവർക്ക് അക്രഡിറ്റേഷൻസ് കളക്ട് ചെയ്യാം. അപ്പം നല്ല ഇൻഫോർമേറ്റീവ് സെഷനാണ്. ഇവിടെയുള്ള കുറേ യങ്കർ ജനറേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരെ കുട്ടികളെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഇൻട്രസ്റ്റിലും അവർക്ക് പാഷൻ ഉണ്ടാകും, മനസ്സിലാക്കിയിട്ട് അവരെ കോഴ്സിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നല്ലൊരു ഇൻഫർമേഷനാണ്. ഞങ്ങളെ കുട്ടികളൊക്കെ ഓരോരോ ഉദ്യോഗത്തിലേക്ക് എത്തിപ്പോയി. എന്ന് പേരൻ കുട്ടികളെ പറ്റിയിട്ടാണ് നോക്കേണ്ടത്. നല്ല സെഷനാണ് സാർ, വെരി ഇൻഫോർമേറ്റീവ്. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ വേണ്ട ഒരു സെഷനാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കോളേജും സ്കൂളും അല്ലാണ്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് സെറ്റപ്പാണ് ഈ ഫിനിഷിംഗ് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ അവിടെ കണ്ണുമടച്ച് പോയിട്ട് അഡ്മിഷൻ എടുത്ത് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ ചെല്ലണേ. ബട്ട് അതിന്റെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അക്കാഡമി നടത്തുന്ന ഒരാളാണ്.
നമ്മൾ ഏതൊരു അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോയത് നമ്മുടെ മക്കളെല്ലാം പൈസ ചെലവാക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ആ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെ ലിസ്റ്റ് ഒന്ന്. രണ്ട്, ഏത് സർട്ടിഫിക്കേഷൻ ആണ് അക്കാഡമി ചെയ്യുക. NSDC, സ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാം കറക്ക് കമ്പനികളാണ്. നിങ്ങൾ അതിന് മനസ്സിലാക്കുക. NSDC കറക്ക് കമ്പനി എന്ന് ഉദ്ദേശിച്ചല്ല, NSDCയുടെ അക്രഡിറ്റേഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ നടക്കൂല. അത് എടുത്തു വച്ചിട്ടുണ്ട്, അവനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അവൻ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. രണ്ട്, അവരുടെ പ്ലേസ്മെന്റ് ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം പ്ലേസ്മെന്റ് കൊടുക്കുന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിത് നോക്കാതെ ഇത് ഇന്ന അക്കാഡമിയിൽ ഇന്ന കോഴ്സ് ഉണ്ട്, നമ്മൾ പോയി അന്വേഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭയങ്കര എന്താ പറയാ അഗ്രസീവ് ആണ് ടെലികോളേഴ്സ്. 10 വട്ടം 15 വട്ടം ഒക്കെ വിളിച്ച് നമ്മളെ എങ്ങനെയെങ്കിലും ഒക്കെ കൺവേർട്ട് ചെയ്ത് അവൻ അഡ്മിഷൻ എടുപ്പിക്കും. സോ ഞാനും ഒരു അക്കാഡമി നടത്തുന്ന ഒരാളാണ്, എന്നാലും ഞാൻ പറയാം. സോ ഇനിയുള്ള കാലത്ത് ഗവൺമെന്റ് ക്രെഡിറ്റ് ഉള്ള ഡിജി ലോക്കറിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സസ് ആണെങ്കിൽ അതിന് വാല്യൂ ഭയങ്കര കൂടുതലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ABC അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ്സിൽ ആ ക്രെഡിറ്റ് സ്കോർ ആഡ് ചെയ്ത് കിടക്കും. 4.5 ആണ് എന്ന് ഓർമ്മ. 3.5 10th, 4.5 12th, 5.5 ആണ് ഗ്രാജുവേഷന്. അപ്പൊ നമ്മൾ ചെറിയ മൈക്രോ ക്രെഡിറ്റ്സ് വെച്ചിട്ട് 4-5 കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ 5.5 എത്താം. അപ്പൊ സ്റ്റാക്കബിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഗ്രി എടുക്കാം. അതിനായിട്ട് നമ്മൾ കോളേജിൽ പോകേണ്ട ആവശ്യം പോലും ഇന്നത്തെ കാലത്തില്ല. സോ താങ്ക് യു. ജസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആഡ് ചെയ്തത് മാത്രം. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വേറെ എന്തെങ്കിലും റജി ചോദ്യങ്ങൾ സാർ. ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ. റജി സാർ. ഹലോ സാറ്, എൻ്റെ പേര് റെജി. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരുവിധം തരക്കേടില്ലാത്ത ഒരു ഗസറ്റഡ് പോസ്റ്റിൽ റിട്ടയർ ചെയ്തതാണ്. ഓക്കെ സർ. ഈ ഹെൽത്ത് കോൺഷ്യസ് ആണ്, ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഓക്കെ. നമ്മളിൽ ആവശ്യത്തിന് കാശുണ്ട്, ഉവ്വ. ബിസിനസ് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെയുള്ള ഉവ്വ. ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട്. ഉവ്വ. നമ്മുടെയൊക്കെ മക്കളെല്ലാം സെറ്റിൽഡ് ആണ്. അവർ ഓരോ ജോലികളെല്ലാം കണ്ടെത്തി, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. ഉവ്വ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കരിയേഴ്സ് ഇപ്പോൾ ടൈറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ച് പവർഫുൾ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായി. അവർക്കുള്ള ഒരു സെഷൻ സാറ് മറ്റൊരു സെഷൻ എടുക്കുകയോ അല്ലെങ്കിൽ സാറിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് അതൊരു സെഷൻ തന്നെ പ്ലാൻ ചെയ്യാം. റിട്ടയർ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സെഷൻസ് പ്ലാൻ ചെയ്യാം. അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴേ 2-3 തരത്തില്. ഒന്ന് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുക. 2 ഉദ്ദേശമുണ്ട്. ഒന്നൊരു സോഷ്യൽ കോസ് ആണ്, ഒന്ന് ഫിനാൻഷ്യൽ കോസ് ആണ്. ഫിനാൻഷ്യൽ കോസ് ആണെങ്കിൽ സാറിന്റെ അടുത്ത് എമൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഡേറ്റിൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സെക്കൻഡ്, സോഷ്യലി ആണെങ്കിൽ അതിന് ഒരുപാട് അധികം ഡെലിബറേറ്റ് ചെയ്യേണ്ടി വരും. അത് മാനുഫാക്ചറിങ്സിൽ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട്, ഫ്രാഞ്ചൈസി ബിസിനസ്സുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് അധികം ഉണ്ട്. അപ്പൊ സോഷ്യൽ ആണോ ഫിനാൻഷ്യൽ ആണോ എന്നുള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും സാറ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത്. അപ്പോൾ അതിന് നമുക്കൊരു എൻറ്റയർലി ഡിഫറെന്റ് സെഷൻ തന്നെ പ്ലാൻ ചെയ്യാം. ആ പ്ലാനിങ്ങിന് മുന്നേ നോർമലി അങ്ങനത്തെ സെഷന് മുന്നേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും. എന്നിട്ട് ആദ്യമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എടുക്കും. ആ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ആ സെഷൻ പ്ലാൻ ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ വളരെ ബ്ലാങ്ക് ആയിട്ട് വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾ കാണണമെന്നില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടായിരിക്കും ആ PPT ക്രിയേറ്റ് ചെയ്യുക. ആ സെഷനിൽ ഓടിക്കുന്നതും അത് വെച്ചിട്ടായിരിക്കും. എന്നാൽ മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ, കാരണം എല്ലാവരുടെയും ചോദ്യങ്ങൾ പല രീതിയിലാണ്. സോ വി ക്യാൻ പ്ലാൻ അനദർ സെഷൻ. ഞാൻ ഭയങ്കര എന്താ പറയുക ട്രെയിനിങ് ആസ്പിറന്റ് ആണ്. ഞാൻ ജയിലിൽ ക്ലാസ് എടുക്കുന്നത് 18-23 വയസ്സിന്റെ ഇടയ്ക്ക് പ്രായമുള്ള ജയിൽ പുള്ളികൾക്കാണ്. അപ്പൊ സാറേ, അത് ഇവിടെ നമ്മുടെ ഓഡിയൻസില് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസില് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 50%-ഉം നമ്മൾ ഒരു അല്പം ഏജ്ഡ് ആണ്, റിട്ടയർഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നു, സമയമൊന്നും തികയുന്നില്ല. പക്ഷെ അതൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസ് ഒന്നും കിട്ടാതെ നമ്മൾ ചെയ്യുന്നു. നമുക്ക് അതിന് നല്ലൊരു ഇൻകവും കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് ആ ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് പുതിയ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മൾക്ക് ഒരു 10-24 വയസ്സിലൊക്കെ ഗവൺമെന്റ് സർവീസിലൊക്കെ അന്ന് PSC ഒക്കെ കോച്ചിങ് സെന്റേഴ്സ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ കുറെയൊക്കെ പഠിച്ചു, PSCയിൽ കയറി, അത് കഴിഞ്ഞ് ഒരു ഗസറ്റഡ് പോസ്റ്റിലൊക്കെ റിട്ടയർ ചെയ്തു. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു.
ഒന്നിൽ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ് എന്നൊരു തിയറിയൊക്കെ ഉണ്ട്. എങ്കിലും പല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാത്തിലൂടെയും നമുക്ക് നല്ലൊരു ഇൻകം ലഭിക്കുന്നു. നമ്മൾ സർവീസിൽ ഉണ്ടായിരുന്നേക്കാളും ഒക്കെ അതിൻ്റെ ഒരു 2-3 ഇരട്ടി ഇൻകം ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ബോധമില്ല. സാറിനെ പോലുള്ള ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതാ ഉദ്ദേശം. ഓക്കെ സാർ, വളരെ പ്ലാൻ ചെയ്യാം സാർ. നമുക്കൊരു സെഷൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു സെഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. തീർച്ചയായും. ഓക്കെ. താങ്ക് യു സാർ. ശ്രീജന ടീച്ചർ പറഞ്ഞോളൂ. ശ്രീജന ടീച്ചർ. ഗുഡ് മോർണിംഗ് സാർ. കേൾക്കാമല്ലോ അല്ലേ? ഞാന് നല്ലൊരു സെഷൻ തന്നെ. അത് ആദ്യം കൺഗ്രാറ്റ്സ് പറയട്ടെ, താങ്ക് യു പറയട്ടെ. ഞാനിപ്പോ നമ്മളെ കരിയർ സെലക്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അച്ഛനായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം വെച്ചാല് 2 മാസം വെക്കേഷൻ, ശനി ഞായർ ലീവ് ഉണ്ട്, പിന്നെ അതേപോലെ 10 ദിവസം ലീവ്. അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ സത്യമാണ്. പിന്നെ അതുമല്ല, എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം വെച്ചാല് സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോകുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഫ്രീ ആയിട്ട് പോവാം. അപ്പൊ എവിടെ വേണേലും പോവാലോ എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് അത് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു +2 കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു ആന്റി നർക്കോട്ടിക്കിന്റെ ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തത്. അപ്പൊ ആ ഒരു സമയത്തേക്ക് എനിക്ക് മനസ്സിലേക്ക് പോയത് ഞാനൊരു പോലീസ് ആവണം എന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതായില്ല. ഞാൻ എക്സാം ഒക്കെ എഴുതിയായിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്ത് വീണ്ടും ടീച്ചിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ ഒരു തെരഞ്ഞെടുപ്പ് എന്റെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനർ എന്നുള്ള ഒരു ഫീൽഡിലേക്കും കൂടി എനിക്ക് ജെസിയിൽ വന്നതുകൊണ്ട് കയറാൻ പറ്റി. അതുകൊണ്ട് തന്നെ സ്കൂളിലും കാര്യങ്ങളും നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു ഡൗട്ട് ഇപ്പൊ ഞാൻ സാറോട് ഞാൻ ചോദിക്കുന്ന വെച്ചാല്, എന്റെ മോനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവന്റെ ഇഷ്ടം അവൻ നടത്തട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പൊ അവൻ +2 കഴിഞ്ഞു. 8ാം ക്ലാസ് മുതൽ അവൻ പഠിക്കുന്ന ഏരിയയിൽ ഫുൾ ഓൺ NDA എന്ന് പറഞ്ഞതാണ്, നാഷണൽ ഡിഫൻസ് അക്കാദമി. അതിലേക്ക് കയറണമായിരുന്നു. പക്ഷെ ഒരു ഫുട്ബോൾ പ്രേമി കൂടി ആയതുകൊണ്ട് ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള എക്സാം എഴുതാതെ, എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോവാതെ എഴുതിയതാണ്. പക്ഷെ ഇപ്പൊ സെപ്റ്റംബറിൽ ഒരു എക്സാം വരുന്നുണ്ട്, എയർഫോഴ്സ്. അപ്പൊ അതിന്റെ എന്തായാലും കയറി കൂടണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു എയർഫോഴ്സിന്റെ ഏത് എക്സാം എന്ന് പറയാമോ? അയ്യോ, അത് അവരുടെ ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ടില്ല. സെപ്റ്റംബറിലാണ് എക്സാം വരുന്നത്. എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, എന്നെ വിളിക്കുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മെയിൻ തിങ് എന്തെന്ന് അറിയാമോ, ഈ ഡിഫൻസിലേക്ക് നമ്മളെല്ലാം കാര്യം എന്താ പറയാ, പ്രബുദ്ധ കേരളം, പ്രബുദ്ധ മലയാളിയൊക്കെയാണ്. ബട്ട് നമ്മുടെ നോളജ് ബേസ് ഭയങ്കര ശുഷ്കമാണ്. ഡിഫൻസിലേക്ക് 2 എൻട്രി ആണുള്ളത്. 2 എൻട്രി മീൻസ് ഒന്ന് ഓഫീസർ എൻട്രി, ഒന്ന് ജവാൻ എൻട്രി അല്ലെങ്കിൽ സോൾജർ എൻട്രി ആണ്. NDA ഓഫീസർ എൻട്രി ആണ്. ബട്ട് എയർഫോഴ്സിലേക്കുള്ള ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യേണ്ടത് ഓഫീസർ എൻട്രി ആണ്. അപ്പൊ അഗ്നിവീർ എൻട്രി ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അഗ്നിവീർ ആയിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചാണെങ്കിൽ ഓഫീസർ ആവാൻ പറ്റുന്ന വിചാരിക്കും. ഡിഫൻസില് ഞാൻ വളരെ ലേമൻ ലാംഗ്വേജ് പറഞ്ഞ, ഡിഫൻസിൽ ഈ എലിമൂത്ത് പെരിച്ചാഴി ആവുന്നവർ വളരെ കുറവാണ്. അതിന് വേറെ എക്സാമും വേറെ ട്രെയിനിങ്ങും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് നേവിയിലുള്ളത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ടു ദ ഓഫീസർ കേഡർ. അതെല്ലാം നമ്മളപ്പോ അവന് +2 കഴിഞ്ഞിട്ടല്ലോ. അപ്പം ഹയർ എഡ്യൂക്കേഷൻ പഠിക്കണമെങ്കിൽ ഏത് കോഴ്സ് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ്. അവന് AI ആണോ അല്ലെങ്കിൽ അതായത് അവന് അതായത് ഓൺലൈൻ ആയിട്ടാണല്ലോ പഠിക്കുക ചെയ്യുക. അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതാണ് സാറോട് ഞാൻ ഡൗട്ട് ചോദിക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. ഡിഫൻസിലേക്ക്, എസ്പെഷ്യലി എയർഫോഴ്സിലേക്കോ നേവിയിലേക്കോ ഓഫീസറായിട്ട് കയറണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ബിടെക് ആണ്. ബിടെക് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ബിടെക് ഓഫ്ലൈനായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഡിഫൻസ് ആസ്പിറൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ ബിടെക്. അത് എനി സ്ട്രീം ബിടെക് ഈസ് ഫൈൻ. അത് എന്താ പറയാ, AIയോ ഇലക്ട്രോണിക്സോ ഇൻസ്ട്രുമെന്റേഷനോ എനിത്തിങ് ഈസ് ഫൈൻ. ബട്ട് ബിടെക് ആണ് ഇന്നത്തെ ഡേറ്റിൽ ഓഫീസർ ആവാനായിട്ടുള്ള, അല്ല സോൾജർ ലെവലിൽ ആവാനാണെങ്കിൽ നമുക്ക് +2 ഇൻ സയൻസ് ഈസ് ഇനഫ്. സയൻസ് ആണ് എടുത്തത്. ഓക്കെ സാർ, ഞാൻ സാർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ചാറ്റ് ബോക്സിൽ തന്നെ. ഫൈൻ, നോ പ്രോബ്ലം. താങ്ക് യു ടീച്ചർ. റൌഫ് സാർ, താങ്കൾ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെഷൻ ആയിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ഞാനൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആണ്, US വർക്ക് ചെയ്യുന്നത്. എന്റെ സംശയം എന്ന് പറയുന്നത്, മക്കൾ അവിടെ നാട്ടിൽ പഠിക്കുന്ന സ്കൂളിൽ ഇവര് പല സ്ഥാപനങ്ങളും അവർ ഈ സാറ് പറയുന്ന പോലെയുള്ള ടെസ്റ്റുകൾ നടത്തും. എന്നിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് വരുന്നുണ്ട്. കാരണം അവരൊരു എക്സാം നടത്തും, നല്ല സ്കോർ കിട്ടിയവർക്കെല്ലാം ഒരു ഫീല്, ഒരു ഡിസ്കൗണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന കോഴ്സിലേക്ക് കുട്ടികളെ
കൊണ്ടുപോകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഞാൻ പിന്നെ സാർ ഡിസ്കറേജ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് പറയാറില്ല, ഈ ചേർന്നോളൂ അല്ല എന്ന് പറയാറ്. ആ, ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. റൗസറിന്റെ സംശയം ഒരു 80% ജെന്യൂൻ ഡൗട്ടാണ്. സർ ഇത് ഈ സിസ്റ്റം എന്താ പറയാ, നമ്മളുടെ ഒരു 10 പേർ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു 10 പേർ റിപ്പോർട്ട് നോക്കി അവരുടെ കരിയർ ചോയ്സസ് വന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള കോഴ്സസ് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും ആ കരിയർ റിപ്പോർട്ട് ഡിസൈൻ ചെയ്യുക. അവർ ഇപ്പൊ സപ്പോസ് അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവർക്ക് 15 കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സിമിലർ ക്ലസ്റ്റർ വൈസ് ആയിട്ട് ഒരു 20ഓളം കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് ആ 20 കോഴ്സ് മാത്രം സജഷനിൽ വരുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സാറിന്റെ മക്കളുടെ റിപ്പോർട്ട് മാത്രമല്ല, ബാക്കിയുള്ള കുട്ടികളുടെ റിപ്പോർട്ടോട് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചൊന്ന് ഒരു കമ്പാരിസൺ നടത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. ദെൻ ചിലപ്പോൾ പ്രൈമറി, എനിക്കറിയില്ല നിങ്ങൾ ഏത് റിപ്പോർട്ട് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കള്ളനാണയങ്ങളാണ് സർ. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂളുകളിൽ വന്ന് അവരുടെ കോഴ്സസ് ഡാറ്റാബേസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ് മാക്സിമം കമ്പനികൾ.